ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈ ഫുട്ബോളിൽ ഡിവിഷൻ 1 റീച്ച് ആകാനുള്ള കുറച്ച് ടിപ്സാണ്. ഫസ്റ്റ് വൺ, പ്ലേയിങ് സ്റ്റൈൽ. നല്ലൊരു പ്ലേയിങ് സ്റ്റൈൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിവിഷൻ 1 ഗെയിം വിൻ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. സോ എല്ലാവർക്കും അവരുടേതായ ഒരു ഫേവറേറ്റ് പ്ലേയിങ് സ്റ്റൈൽ കാണും. അതിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ, അതിൽ നിങ്ങൾക്ക് നല്ലൊരു വിന്നിങ് പെർസെൻറ്റേജ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു ബെറ്റർ പ്ലേയിങ് സ്റ്റൈൽ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ് ലോങ് ബോൾ കൗണ്ടർ. ഇപ്പോൾ ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ഏതൊരു പ്ലേയേഴ്സിനെ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന പ്ലേയിങ് സ്റ്റൈലിൽ ഒന്നാണ് ലോങ് ബോൾ കൗണ്ടർ. കാരണം ലോങ് ബോൾ കൗണ്ടറിൽ നമുക്ക് ഡിഫെൻസീവിലും അറ്റാക്കിങ്ങിലും നല്ലപോലെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലാണ്. ഈ പ്ലേയിങ് സ്റ്റൈൽ കളിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും, ഇതിൽ നമ്മുടെ ഡിഫെൻസീവ് പക്ക കൺട്രോൾ ആവും. DMF ഡിഫെൻസീവിലും അറ്റാക്കിങ്ങിലും ഒരുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. സോ ഇത് മസ്റ്റ് ട്രൈ പ്ലേയിങ് സ്റ്റൈലാണ്. അടുത്തത് നിങ്ങളുടെ ടൈം ആൻഡ് പ്ലേസ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നിങ്ങൾക്ക് പക്ക കംഫർട്ടായിട്ടുള്ള നല്ല രീതിക്ക് റേഞ്ച് പോകാതെ വൈഫൈ അല്ലെങ്കിൽ നെറ്റ് കിട്ടുന്ന ഒരു പ്ലേസിൽ ഇരിക്കുക. പിന്നെ ടൈം, നൈറ്റ് 12 മണിക്ക് ശേഷം നോക്കുക. ആ ടൈമിൽ നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് ഹൈ ആയിട്ട് നല്ല ലാഗ് ഫ്രീ ആയി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ അടുപ്പിച്ച് നിങ്ങൾ വിൻ ചെയ്തെന്ന് വിചാരിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ കളിക്കുക. കുറച്ച് കളി വിൻ ചെയ്താൽ ടൈം കഴിഞ്ഞ് കളിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഫുൾ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒപ്പോണൻ്റ് വീക്ക് സ്ക്വാഡ് ആണെന്ന് കരുതി ഈസിയായി വിൻ ചെയ്യാമെന്ന മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. അതും നിങ്ങൾ ലോസ് ആകാനുള്ള ഒരു ഫാക്ടറാണ്. കാരണം ചിലപ്പോൾ ഒപ്പോണൻ്റ് വീക്ക് സ്ക്വാഡ് ആയിരിക്കും, ബട്ട് അവർ നിങ്ങളെക്കാളും പ്രോ പ്ലെയറോ അല്ലെങ്കിൽ സ്കിൽഡ് പ്ലെയറോ ആയിരിക്കും. സോ അവർ ഈസിയായി വന്ന് അടിച്ചിട്ടിട്ട് പോകും. സോ എല്ലാ ഒപ്പോണൻറ്റിനെയും ഒരേ മൈൻഡ് സെറ്റോട് കൂടി കാണുക. പിന്നെ ഡിഫെൻസീവിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. 4CV, 2 DMF, 2 AMF, 2 CF. ഇതൊരു നല്ല ഫോർമേഷനാണ്. അത്യാവശ്യം പാസിംഗ് എബിലിറ്റി ഉള്ള പ്ലേയേഴ്സിനെ മിഡിൽ യൂസ് ചെയ്യുക. ത്രൂ പാസ്, ലോഫ്റ്റഡ് പാസ്, വെയ്റ്റഡ് പാസ് എബിലിറ്റി ഉള്ള പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല പാസിംഗ് എബിലിറ്റി ഉള്ള ഒരു CB എങ്കിലും നിങ്ങൾക്ക് വേണം. കാരണം നല്ലൊരു ത്രൂ ബോളോ ലോങ് ബോളോ ക്വിക്കായിട്ട് CFലേക്ക് എത്തിക്കാൻ അത് യൂസ്ഫുൾ ആകും. CFൽ നല്ല പേസ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ യൂസ് ചെയ്യും. സോ അതിലൂടെ നിങ്ങൾക്ക് ലോങ് ബോൾ വഴി നല്ലൊരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ലോങ് ബോൾ കൗണ്ടർ കളിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടെ ബോൾ ഹോൾഡ് ചെയ്ത് പാസ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുക. ക്വിക്ക് കൗണ്ടറിനെ പോലെ ഓവറായിട്ട് അറ്റാക്കിന് പോകാതിരിക്കാൻ ശ്രമിക്കുക. ബോൾ ഹോൾഡ് ചെയ്ത് നമ്മുടെ ഒപ്പോണൻറ്റിനെ നമ്മുടെ ഹാഫിലോട്ട് വരുത്തി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ആ ഗ്യാപ്പിലൂടെ ത്രൂ പാസോ ഒരു ലോഫ്റ്റഡ് പാസോ ഒരു ലോങ് ത്രൂ പാസോ CFലോട്ട് കൊടുത്ത് അതിലൂടെ ഗോൾ സ്കോർ ചെയ്ത് വിൻ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.